സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷഹനാദ് ആണ്. എന്തെല്ലാടോ, എല്ലാവർക്കും സുഖല്ലേ? ഹാപ്പി ആണോ കൂട്ടുകാരെ? നിങ്ങൾ ഇതാ ആഗ്രഹിച്ച ഒരു നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു. 2025 ഡിസംബർ 15 മുതൽ കേരള PSCയുടെ പുതിയ തീരുമാനപ്രകാരം വിജ്ഞാപനം വരുന്ന പോസ്റ്റ് ആണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്. 10th ലെവൽ യോഗ്യത ഉണ്ട് നിങ്ങൾക്ക്. ഡിഗ്രി ഉണ്ടോ, PG ഉണ്ടോ, എന്താണെങ്കിലും പ്രശ്നമില്ല. നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന 2026 ജനുവരി പകുതി വരെ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. അടുത്ത ആഴ്ച മുതൽ നിങ്ങൾക്ക് പ്രൊഫൈലിൽ കയറി അപേക്ഷിക്കാം. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്. കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയട്ടെ. നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ഈ ഒരു പരീക്ഷ ഇതിനു മുമ്പ് വിജ്ഞാപനം വന്നത് 2021 എന്റെ പിറകിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ തന്നെയാണ് 4 വർഷം മുമ്പ്. നോക്കൂ, ഇന്ന് ഡിസംബർ 11 തീയതിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. 2021 ഡിസംബർ 3 ചെയ്ത വീഡിയോ ആയിരുന്നു. ആ വീഡിയോക്ക് ഏകദേശം നോക്കൂ 8000 മുകളിൽ ലൈക്ക് കിട്ടിയിരുന്നു. 8000 മുകളിൽ ലൈക്ക് കിട്ടാൻ എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. 1,70,000 ആളുകൾ കണ്ട വീഡിയോ ആയിരുന്നു വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. 4 വർഷം മുമ്പ് തുടങ്ങിയ ആ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി എനിക്ക് അയച്ചെന്നാണ്. ഞാൻ ചോദിച്ചു, ഒരു 4-5 ഉദ്യോഗാർത്ഥികൾ ഇപ്പോഴും എന്റെ ബാച്ചിൽ പഠിക്കുന്നുണ്ട്, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റായി ജോലി ചെയ്യുന്നവർ. അന്നത്തെ നോട്ടിഫിക്കേഷൻ കണ്ട് അന്ന് യൂട്യൂബ് ക്ലാസ്സുകളൊക്കെ ഒരുപാട് ഉപകാരപ്പെട്ട് പഠിച്ചവർ, അവര് വേറെ പല സോഴ്സ് ഉപയോഗിച്ച് പഠിച്ചിരുന്നു. അങ്ങനെ ജോലി കയറിയ 4 പേര് ഇപ്പോഴും എനിക്ക് ബന്ധമുണ്ട്. അവരോട് ഞാൻ ചോദിച്ചു, ജോലി സാധ്യതകൾ എന്തൊക്കെയാണ്, കാര്യങ്ങൾ അറിയണമല്ലോ, എന്തൊക്കെയാണ് അതിന്റെ ഒരു മെച്ചം, നിങ്ങൾക്ക് ഇപ്പോൾ ഹാപ്പി ആണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവരൊരു കുട്ടി പറഞ്ഞതാണ്, അന്ന് കൊറോണ സമയത്തിന് മുമ്പ് സാറിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു, അതെനിക്ക് ഒരുപാട് മോട്ടിവേഷൻ ആയി എന്ന് പറഞ്ഞു. ആ ഒരു വീഡിയോ ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചു തരാം കേട്ടോ. നോക്കൂ, കാറ്റഗറി നമ്പർ 2021 വന്ന അന്നത്തെ കുറച്ച് മാറ്റങ്ങൾ പുതിയ വിജ്ഞാപനത്തിലുണ്ട്. നമുക്കത് നോക്കാം എന്തൊക്കെയാണെന്ന്. അപ്പൊ നോക്കൂ, പുതിയൊരു വിജ്ഞാപനം വരികയാണെങ്കിൽ അതിന്റെ ഒരു ശമ്പള സ്കെയില്, നമുക്ക് ശമ്പളത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലെന്ന് എനിക്കറിയാം. നിങ്ങളിപ്പോ നിലവിൽ കമ്പനി ബോർഡ് LGS പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി ആയിരിക്കും, അല്ലെങ്കിൽ മറ്റ് ബോർഡ് അസിസ്റ്റന്റ്, ഇപ്പോ പല പ്രധാനപ്പെട്ട തസ്തിക ഡിഗ്രി ലെവലൊക്കെ പഠിക്കുന്നുണ്ടാവും. നോക്കൂ, ഇത് ഗവൺമെന്റിന്റെ കോർ സെക്ടർ ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയത് പറയുകയാണെ. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റ്, നിങ്ങൾക്കറിയാം നിങ്ങളുടെ നാട്ടിൽ വില്ലേജ് ഓഫീസ് ഉണ്ട്. നമ്മളിപ്പോ ഭൂനികുതി അടയ്ക്കാനൊക്കെ ഇവിടെ പോകാറുണ്ട്, വില്ലേജ് ഓഫീസറെ പോയി കാണാറുണ്ട്. വേറെ പല ആവശ്യത്തിനും നിങ്ങൾക്ക് PSCയിലേക്ക് വേണ്ട പല വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വേണ്ടേ, അതൊക്കെ നമുക്ക് വില്ലേജിൽ പോയി കിട്ടാറുണ്ട്. അപ്പൊ നമ്മൾ അവിടെ പോകുന്ന സമയത്ത് അവിടെ ഒരു LD ക്ലർക്കിന്റെ പോസ്റ്റ് ഉണ്ടാവും, അദ്ദേഹം അവിടെ ജോലി ചെയ്യുന്നുണ്ടാവും. വില്ലേജ് ഓഫീസർ ഉണ്ടാവും, അതുപോലെ തന്നെ OA ആയിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ടാവും അല്ലെ. അപ്പോ LGS ഒക്കെ കിട്ടിയിട്ട് ജോലി ചെയ്യുന്നവർ. അതുപോലെ അവിടെയുള്ള ഒരു പോസ്റ്റാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്. ആ പേര് തന്നെ ഉണ്ട്, ഫീൽഡ് അസിസ്റ്റന്റ്. കുറച്ചുകൂടിയും നിങ്ങൾക്ക് നാട്ടിൻ പുറവുമായി ബന്ധപ്പെട്ട് ജനങ്ങളോട് ഇന്ററാക്ട് ചെയ്തൊക്കെ, ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നൊക്കെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്, ഇങ്ങനെ ഒരു റൂം തന്നെ ഇങ്ങനെ ഇരിക്കുന്ന ചിലർക്ക് അത് ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു നല്ല ജോലിയാണ്. ഇതിന്റെ ഒരു മെച്ചം ഞാൻ പറയാം. നിങ്ങളിപ്പോൾ ഒരു സ്റ്റേറ്റ് വൈഡ് കമ്പനി ബോർഡ് LGS ഒരു കോർപ്പറേഷനിൽ കിട്ടുന്നു, കുറച്ച് ദൂരെയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ജോലി കിട്ടുക. എന്നാൽ ഇത് നിങ്ങളുടെ മിക്കവാറും നിങ്ങളുടെ നാട്ടിൻപുറത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രദേശത്തിനടുത്തൊക്കെ, അല്ലെങ്കിൽ ഭാവിയിൽ തൊട്ടടുത്തേക്കൊക്കെ വരും, നിങ്ങളുടെ വില്ലേജിൽ കിട്ടും. നിങ്ങൾക്ക് നാട്ടിൽ കുറച്ചുകൂടി ഒരു ബന്ധമൊക്കെ ഉണ്ടാക്കാൻ പറ്റും. നല്ലൊരു പോസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു ജോലി ഇഷ്ടപ്പെടുന്നവര് ഈ ഒരു അവസരം മുതലാക്കണം കേട്ടോ. ഏകദേശം പുതിയൊരു ശമ്പള സ്കെയിലാണ് പറഞ്ഞത്. 23,700 മുതൽ 52,600 വരെയാണ്. 2024 ഒരു ST വിജ്ഞാപനം വന്നിരുന്നു. അതിന്റെ നോട്ടിഫിക്കേഷൻ ഞാൻ കാണിക്കുന്നത് കേട്ടോ, ജില്ലാ അടിസ്ഥാനത്തിലാണ്. ഇപ്പൊ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിനെ കുറിച്ച് 2021 നോട്ടിഫിക്കേഷൻ വന്നു. ഇനി 2025 ഡിസംബർ 15 മുതൽ ഇതാ നോട്ടിഫിക്കേഷൻ വരികയാണ്. ഓണാവും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ജനുവരി പകുതി വരെയൊക്കെ അപേക്ഷിക്കാൻ പറ്റും കേട്ടോ. അപ്പൊ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിനെ കുറിച്ച് കൂട്ടുകാർക്ക് ഒരുപാട് സംശയം ഉണ്ടാവും. മക്കളെ, ആദ്യം തന്നെ പറയാം, ഇതിന്റെ ഒരു യോഗ്യത പറഞ്ഞല്ലോ. എന്താണ്? SLC ആണ്. എല്ലാവർക്കും അപേക്ഷിക്കാം. SLC പാസ്സായി എല്ലാവർക്കും അപേക്ഷിക്കാം. ഇതിന്റെ സിലബസും കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. ഇവിടെ OBC ആണെങ്കിൽ 39 വയസ്സ് സാധാരണഗതിയിൽ എങ്ങനെയാണ്, അതുപോലെ തന്നെ SC ST-കാർക്ക് 5 വർഷം എന്ന് വെച്ചാൽ ഈ പറയുന്ന 41 വയസ്സ് വരെയാണ്. ഓക്കെ ആണല്ലോ, കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഇനിയിപ്പോ നോട്ടിഫിക്കേഷൻ വന്നു. ഈ ഒരു ജോലിയെ കുറിച്ച് ഞാനിപ്പോ പറഞ്ഞ പോലെ എന്തൊക്കെയാണ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ഫീൽഡ് വർക്ക് നല്ലൊരു, എന്താ പറയുക, ഒരുപാട് ആളുകൾക്കിടയിൽ ഇഷ്ടം തോന്നുന്ന ഒരു ജോലിയാണ്. നല്ല രൂപത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വീടിന്റെ മെഷർമെന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. വില്ലേജ് ഓഫീസ് ആൾ വരാറുണ്ട്. ലൊക്കേഷൻ മാപ്പ് തയ്യാറാക്കുക, ഓണർഷിപ്പ് ഡോക്യുമെന്റ്, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്. ചുരുക്കി പറഞ്ഞാൽ അത്യാവശ്യം നല്ല ജോലിയാണ് കേട്ടോ മക്കളെ. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഒരു സർക്കാർ ജോലി, ഇപ്പൊ തൽക്കാലം ഒരു LGS മതി എന്നൊരു മൈൻഡ് സെറ്റ് ആയിരിക്കും. എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു കമ്പനി ബോർഡ് LGS ഓക്കെ ആണ്. നിങ്ങൾക്ക് കുറച്ചുകൂടി നിയമനം കിട്ടുന്ന കമ്പനി ബോർഡ് LGS പഠിക്കുക. പക്ഷേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, പൊതുവെ നിയമനം കുറവാണ്. നെഗറ്റീവ് പറയുന്ന ആളുകളോട്, എടാ അത്രയ്ക്ക് നിയമനം കുറവൊന്നുമില്ല. ഇത് 2000 ലാസ്റ്റ് വന്ന, ഈ ഒരു 2 മാസം മുമ്പ് വന്ന ഒരു, എന്താ പറയുക, അഡ്വൈസിന്റെ ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, ചെറിയ വ്യത്യാസങ്ങൾ ഇത് കാണുന്നതിന് കമന്റ് ചെയ്യേണ്ട, കാരണം ഇത് അഡ്വൈസ് മാറിക്കൊണ്ടിരിക്കല്ലോ സംഖ്യകള്. ഇവിടെ ഏറ്റവും കൂടുതൽ തൃശ്ശൂർ ജില്ലക്കാർ ശ്രദ്ധിക്കും. ഇപ്പോ ഇന്നലെ ഞാൻ കണ്ടു, ഒരു കുട്ടി ചോദിച്ചു, എന്നോട് മെസ്സേജ് ചോദിച്ചാണ്,
ഞാൻ തിരുവനന്തപുരത്താണ്, ഇനി തൃശ്ശൂർ വെക്കണോ? അതൊക്കെ നിങ്ങളുടെ ഒരു ചോയ്സ് ആണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, LDC പരീക്ഷ വരുമ്പം പലരും എന്ന് വെച്ചാൽ വയനാട് ജില്ലക്കാർ കോഴിക്കോട് ജില്ലയിൽ അപേക്ഷിക്കാറുണ്ട്, ഇടുക്കി ജില്ലക്കാർ എറണാകുളം ജില്ലയിൽ അപേക്ഷിക്കാറുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പത്തനംതിട്ടക്കാർ തിരുവനന്തപുരത്ത് പോയി അപേക്ഷിക്കും, കാരണം നിയമനങ്ങൾ കൂടുതൽ നടക്കുന്ന നോക്കിയിട്ട്. നിങ്ങൾ അവിടെ ജോലി ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ നാട്ടിൻ്റെ അടുത്ത് വില്ലേജ് ഓഫീസ് ഉണ്ട്, അവിടെയൊക്കെ ജോലി കിട്ടണമെങ്കിൽ മക്കളെ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, ഇപ്പോഴേ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് എന്തായാലും 6 മാസം സമയം ഉണ്ടാവും. 6 മാസം അല്ലെങ്കിൽ ഒരു 5 മാസം. ഈ 5 മാസം ധാരാളമാണ്. നിങ്ങൾ എല്ലാവരോടും ആത്മാർത്ഥമായിട്ടാണ് ഞാൻ പറയുന്നത്, ധാരാളമാണ് നിങ്ങൾക്ക് ഈ ഒരു ജോലിയിലേക്ക് എത്തിച്ചേരാൻ. നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ സമയമുണ്ട്. നിങ്ങൾക്ക് പഠിച്ചാൽ ജോലി കിട്ടും. ഒരു 100-നുള്ളിൽ നിങ്ങൾ നോക്കൂ, ഇപ്പൊ കോഴിക്കോട് ജില്ല എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 100, മലപ്പുറം 160, കണ്ട നിങ്ങൾ പാലക്കാട് 161 അഡ്വൈസ് ആണ്. അപ്പൊ ഒരു 100-നുള്ളിൽ റാങ്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോലി കിട്ടുമെന്ന് ഉറപ്പിക്കുക. ഒരു 100-നുള്ളിൽ വരിക എന്ന് പറഞ്ഞാൽ ജില്ലാ അടിസ്ഥാനത്തിലാണ്. നിങ്ങളൊരു സംസ്ഥാന ലിസ്റ്റിൽ 2000-നുള്ളിൽ വരാനാണ് കമ്പനി ബോർഡ് എലിജിബിലിറ്റി ഞാൻ പറഞ്ഞത്. അത് കുറച്ചുകൂടി കോമ്പറ്റീഷൻ കൂടുതലാണെന്ന് ചിന്തിക്കുക. ഇവിടെ നിങ്ങൾക്ക് അതിനേക്കാൾ കുറവായിരിക്കും. നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷും മലയാളവും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ വൃത്തിക്ക് പഠിച്ചാൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇത് പറയുന്ന സമയത്ത് നിങ്ങളുടെ ചിന്തയാണ്, സാറേ ക്ലാസ് തരുമോ എന്ന്. നിങ്ങൾ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യോ? ഇല്ല. എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞാലും നിങ്ങളുടെ അഭിപ്രായം പറയാനോ ക്ലാസ്സുകൾ കാണാൻ പറഞ്ഞാൽ നിങ്ങൾ കാണില്ല. ഒരു ക്ലാസ് എടുത്തിട്ട് ചോദ്യം ചോദിച്ചാൽ ഒരു 100 പേര് പോലും കമന്റ് ചെയ്യില്ല. എന്നാലും നിങ്ങളോട് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞു, SCERT പലർക്കും ഒരു പ്രശ്നമാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, SCERT പഠിക്കാൻ, ഏറ്റവും പുതിയ SCERT പഠിക്കാൻ നിങ്ങൾ ധൈര്യത്തിൽ ഈ ചാനൽ ഫോളോ ചെയ്തോളൂ. കംപ്ലീറ്റ് 6 മാസം കൊണ്ട് എന്തായാലും ഞാൻ ഈ വീഡിയോ കൃത്യമായിട്ട് എടുത്ത് അതിന്റെ PDF നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരും. അപ്പൊ അത് നിങ്ങൾക്ക് കിട്ടും. കംപ്ലീറ്റ് CA 20 മാർക്കാണ്, അതും നമ്മൾ ഫ്രീ ആയിട്ട് കിട്ടും. ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ GKയുടെ വിജയമന്ത്രം ക്ലാസ്സുകൾ, ഇപ്പോൾ കേരള ജോഗ്രഫിയുടെ ഓരോരോ ക്ലാസ് നമ്മുടെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നിങ്ങൾ കാണുക. ഇന്ത്യൻ ചരിത്രം എത്രയോ ക്ലാസ് എടുത്തിട്ടുണ്ട്, കേരള ചരിത്രം. ഈ ഒരു ചാനലിൽ തന്നെ നിങ്ങൾ പ്ലേലിസ്റ്റ് പോയിട്ട് ഓരോരോ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. അങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അതോടൊപ്പം തന്നെ VFAക്ക് വേണ്ടി ഒരു പ്രത്യേക പ്ലേലിസ്റ്റ് ആരംഭിക്കും. നിങ്ങൾ പലർക്കുള്ള സംശയമാണ് VFA പഠിക്കുമ്പോൾ കമ്പനി ബോർഡ് എലിജിബിലിറ്റി പഠിക്കുമ്പോൾ എന്താണ് വ്യത്യാസം? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് എന്റെ സ്ക്രീനിൽ കാണാം, അന്ന് എടുത്ത ക്ലാസ് ആണ്. കേരള ചരിത്രം അല്ലെ, നമുക്ക് VFAക്ക് ആവശ്യമുണ്ട്. ഇന്ത്യൻ ചരിത്രം ആവശ്യമുണ്ട്. ലോക ചരിത്രം, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആവശ്യമുണ്ട്. പക്ഷേ എവിടെ ഇല്ല, നമ്മുടെ കമ്പനി ബോർഡ് എലിജിബിലിറ്റി ഇല്ല. അതുപോലെ തന്നെ ലോക ഭൂമിശാസ്ത്രം നമ്മുടെ കമ്പനി ബോർഡ് എലിജിബിലിറ്റി ഇല്ല. അങ്ങനെ വളരെ കുറച്ച് കാര്യങ്ങൾ, സിവിക്സ്, ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോ നമ്മുടെ കേരള ഗവേണൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഒരുപാട് ഉപഭോക്തൃ സംരക്ഷണ നിയമമായിക്കോട്ടെ, ഘടന നിരോധന നിയമമായിക്കോട്ടെ, ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആണ്. അതിന്റെ ക്ലാസ്സുകൾ ഞാൻ പ്രത്യേകം VFA എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് ഉണ്ടാക്കി തയ്യാറാക്കും. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം പറയുക, നിങ്ങൾ ക്ലാസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അത് കാണുക. ഇത്തരം വീഡിയോക്ക് നൽകുന്ന സപ്പോർട്ട് നിങ്ങൾ അവിടെ നൽകുക. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതൊക്കെ കണ്ടുകൊണ്ട് പഠിക്കാൻ പറ്റും. നല്ലൊരു പോസ്റ്റാണ്. നിങ്ങൾ സെറ്റ് ആണെങ്കിൽ ഇതുപോലെ നിങ്ങൾ ഒരുപാട് യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുന്നുണ്ടാവും, അതെല്ലാം ഫോളോ ചെയ്ത് വെക്കുക. ഈ ചാനൽ മാത്രം കാണാൻ ഞാൻ പറയില്ല. എന്നിട്ട് പരമാവധി പഠിക്കുക. നല്ലൊരു റാങ്ക് ഫയൽ കയ്യിൽ കരുതുക. പൈസ ഉള്ളവർ ഒരു PYQന്റെ ഒരു പുസ്തകം, കണക്റ്റഡ് ഫാക്ട് ഒക്കെ ഉണ്ടാവും, അത് വാങ്ങി വെക്കുക. SCERT സാമ്പത്തിക ഉള്ളവർ മാത്രം SCERTക്ക് വേണ്ടി പുസ്തകം വാങ്ങില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ SCERTയുടെ ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. നിങ്ങൾ ഓരോ പ്ലേലിസ്റ്റ് 7ാം ക്ലാസ്, 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ് തെരഞ്ഞു പിടിച്ച് പഠിക്കുക. ഇതിന്റെ എല്ലാം PDF ഫ്രീ ആയിട്ട് ടെലഗ്രാം ചാനൽ കിട്ടും. ടെലഗ്രാം ചാനലാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അവിടെയാണ് VFAയുടെ പ്രത്യേകം ക്ലാസ്സുകൾ ആരംഭിക്കുന്ന സമയത്ത്. നമ്മൾ ജനുവരിയിലാണ് സ്റ്റാർട്ട് ചെയ്യുക VFAയുടെ ക്ലാസ്സുകൾ. നോക്കൂ, പെയ്ഡ് ബാച്ച് ഉണ്ടോ എന്ന് ചോദിക്കുന്ന കുറച്ച് പേരുണ്ട്. പെയ്ഡ് ബാച്ചിനെ കുറിച്ച് നിങ്ങൾ അന്വേഷിക്കേണ്ട. കാരണം ഞാൻ ഒരേ ഒരു പെയ്ഡ് ബാച്ച് മാത്രമേ ചെയ്യുന്നുള്ളൂ. എനിക്ക് വേണമെങ്കിൽ തുടക്കത്തിൽ പറയാം. ഇപ്പോൾ പറയുന്നത് ആത്മാർത്ഥമായിട്ട് പറയുന്നു, കൂട്ടുകാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ 7306118242 ഈ നമ്പർ ഒന്ന് സേവ് ആക്കി വാട്സപ്പിൽ വെക്കുക. വാട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കുക, ഹായ് അയച്ചാൽ മതി. ഇത് നമുക്കൊരു കമ്പനി ബോർഡ് LGSന്റെ ഒരു ബാച്ച്, കമ്പനി ബോർഡ് LGSന്റെ ഒരു സെക്കൻഡ് ബാച്ച് ഉണ്ട്. നിങ്ങൾ ഒരു പക്ഷേ മെസ്സേജ് അയക്കുമ്പോൾ ബാച്ച് ഫുൾ ആയിട്ടുണ്ടാവും. നിങ്ങളൊന്ന് മെസ്സേജ് ചോദിക്കുക. ഒരു സെക്കൻഡ് ബാച്ച് നമ്മൾ ഡിസംബർ 15-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എപ്പോൾ ഈ വീഡിയോ കണ്ടാലും ഇന്ന് മെസ്സേജ് ചോദിക്കുന്നെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഒരു മെന്റർഷിപ്പ് ബാച്ചാണ്, 5-6 മാസമൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ 5 മാസത്തേക്ക് വരുന്ന ഫീസും പറഞ്ഞു തന്നേക്കാം. വലിയ ഫീസാണ്. ഇവിടെ 63 എഴുതിയുണ്ട്, കാസർഗോഡ് ജില്ല 630. ഇപ്പൊ ഒരു 5 മാസത്തേക്ക് ഒരു 100 ചില്ലാണ് രൂപ, 150 രൂപ പോലും മാസം വരുന്നില്ല. നിങ്ങൾ ഒരു കമ്പൈൻ സ്റ്റഡി ഏതെങ്കിലും ഒരു ഓഫ്ലൈൻ സെന്ററിൽ പോയി ചുമ്മാ അവിടെ ഇരുന്ന് വായിക്കാൻ പോയാൽ കൂടി നിങ്ങൾക്ക് എത്ര പൈസ കൊടുക്കേണ്ടി വരും? നിങ്ങളൊന്ന് അറിയുന്ന ഒരു കമന്റ് ചെയ്തേ. ഒരു സാധാ ഒരു ചെറിയ സ്ഥാപനത്തിൽ പോയി അവിടെ ഇരുന്ന് പഠിക്കാൻ തന്നെ ഒരു സെറ്റപ്പ്, അവിടെ കുറച്ച് പരീക്ഷയ്ക്ക് തരും, അത് എഴുതി നോക്കാൻ ചിലപ്പോൾ നിങ്ങൾ 250, 500, 300 ഒക്കെ കൊടുക്കേണ്ടി വരും. അപ്പൊ അതുപോലെ ഒരു മാസം വരുന്നില്ല വീട്ടമ്മമാരാണെങ്കിൽ നിങ്ങൾക്ക് മെന്റർഷിപ്പാണ്. LGSന് മാത്രമേ ഉള്ളൂ. VFAക്ക് ഉണ്ടോ എന്ന് ചോദിക്കേണ്ട. VFAയുടെ പോർഷൻസ്, അതായത് എക്സ്ട്രാ വരുന്ന ലോക ചരിത്രവും അതുപോലെ തന്നെ ലോക ഭൂമിശാസ്ത്രവും സിവിക്സിന്റെ ഏരിയയും
ഓക്കെ, എക്കണോമിക്സ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വേണം. അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ +1 +2 പാഠഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മളൊരു സെപ്പറേറ്റ് കോഴ്സ് പോലെ ചെയ്യും, ഇപ്പോഴല്ല ജനുവരി മാസത്തിൽ. അപ്പൊ അത് നിങ്ങൾക്ക് അതിന്റെ കൂടെ ഈ പറഞ്ഞ ചെറിയൊരു എമൗണ്ട് 100-150 രൂപ കൊടുത്താൽ ആ സമയത്ത് VFAക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം പ്രത്യേകമായിട്ട് ഇംഗ്ലീഷും മലയാളം ഉൾപ്പെടെ വർക്കൗട്ട് കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ ആ സമയത്ത് ഞാൻ പറയും. ഇല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു നല്ല ആപ്പ് എടുത്തിട്ട് അതിനകത്ത് VFAയുടെ കോഴ്സ് ഉണ്ടെങ്കിൽ അത് പർച്ചേസ് ചെയ്ത് പഠിക്കുക, നിങ്ങൾ പഠിച്ചാൽ മതി. ഒരിക്കലും ഞാൻ എൻ്റെ ഈ ഒരു ടെലഗ്രാം മെന്റർഷിപ്പ് കൂട്ടായ്മയിലേക്ക് വരാൻ വേണ്ടിയിട്ടോ നമ്മുടെ യൂട്യൂബ് ചാനൽ മാത്രം ഫോളോ ചെയ്യാൻ വേണ്ടി ഒരിക്കലും പറയാറില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ എടുത്ത് പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങളൊരു ഓഫ്ലൈൻ സെന്ററിൽ പോയി പഠിക്കുക. നിങ്ങൾക്ക് ഈ ഒരു അവസരം LDC കിട്ടാണ്ടായി പോയി ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ടാവും കഴിഞ്ഞ LDC. അപ്പം മക്കളെ, LDCയോട് അത്രയും വരില്ല എങ്കിലും നിങ്ങൾക്ക് ഏറെക്കുറെ അതിനോട് തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു പോസ്റ്റ് ആണെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. നിങ്ങൾ വില്ലേജിലൊക്കെ പോകുന്ന ആളുകളാണ്, അവിടെയൊക്കെ നമുക്കുണ്ടാവുന്ന ഒരു അനുഭവം ആലോചിച്ച് നോക്കൂ. നിങ്ങൾ അവിടെ ആ ഒരു പോസ്റ്റിൽ ഇരിക്കുന്ന സമയത്ത് അല്ലേ, എന്തൊരു രസമായിരിക്കും. നിങ്ങളുടെ ജില്ല ഇപ്പോൾ കോട്ടയം ജില്ലയിലാണെങ്കിൽ ഒരു 100-നുള്ളിൽ എനിക്ക് വരാൻ പറ്റുമെന്ന് ചിന്തിക്കുക. എങ്ങനെയാണ് ഇംഗ്ലീഷ് കൃത്യമായിട്ട് പഠിക്കേണ്ടത്, എങ്ങനെയാണ് മലയാളം സ്കോർ ചെയ്യാൻ വേണ്ടിയുള്ള എളുപ്പമാർഗ്ഗങ്ങൾ, ഇതൊക്കെ ടിപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ചെയ്യും. നമ്മൾ മലയാളം ക്ലാസ്സുകളൊക്കെ മുമ്പ് എടുത്തിരുന്നു, ഇംഗ്ലീഷിന്റെയും മലയാളത്തിനൊക്കെ ക്ലാസ്സുകൾ ടെലഗ്രാമിലൂടെ നമ്മൾ നൽകിയിരുന്ന മുമ്പ്. അതൊക്കെ ഇനിയും തുടരും പരീക്ഷ അടുപ്പിച്ച്. ഇപ്പോൾ നിലവിൽ കമ്പനി ബോർഡ് LGSനാണ് 100% കറണ്ട് അഫേഴ്സും SCRTയും എല്ലാം ഉൾപ്പെടെ ബാച്ച് ഉള്ളത്. അത് ഫുൾ ടൈം ഞാൻ തന്നെ പഠിപ്പിക്കുന്ന ഒരു മെന്റർഷിപ്പ് ബാച്ചാണ്. അതുകൊണ്ടാണ് ഒരൊറ്റ ബാച്ച് മാത്രം നമുക്കുള്ളത്. വേറെ ഒരു ബാച്ചോ വേറെ പെയ്ഡ് ബാച്ചോ പരിപാടി ഒന്നുമില്ല. കമ്പനി ബോർഡ് LGSന് മാത്രമാണ് ബാച്ച് ഉള്ളത്. അതിന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ കൂടി ചേർത്ത് കഴിഞ്ഞാൽ VFAക്ക് സെറ്റാണ്. അത് മനസ്സിലാക്കുക. ഇംഗ്ലീഷും മലയാളവും ഡെയിലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഒരു പ്രയാസം ഉണ്ടാവില്ല. 10th ലെവൽ യോഗ്യത ആയതുകൊണ്ട് തന്നെ കമ്പനി ബോർഡ് LGSന്റെ സെയിം സിലബസ് നന്നായിട്ട് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച്, SCRT അരച്ച് കലക്കി കുടിച്ച് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് ഒരു പ്രയാസം ഉണ്ടാവില്ല. കുറച്ച് ടോപ്പിക്സ് മാത്രം ഡെയിലി നോക്കിയാൽ മതി. അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങനെ പഠിക്കുക. യൂട്യൂബ് ക്ലാസ് വെച്ച് പഠിക്കുന്നവർക്ക് ഇംഗ്ലീഷും മലയാളമൊക്കെ ഒരുപാട് യൂട്യൂബ് ചാനലുണ്ട്, അതൊക്കെ കണ്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളോട് പറയാനുള്ളത്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് നല്ലൊരു തസ്തിക, നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ 6 മാസം കൊണ്ട് ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും എന്ന് ഇതെനിക്കുള്ളതാണെന്ന് ചിന്തിക്കുക. ഈ ഒരു ആവേശം തുടക്കത്തിലുള്ള ഒരിക്കലും നഷ്ടപ്പെടരുത്. നിങ്ങളൊക്കെ പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പൊ നിങ്ങൾ ആവേശം കാണിക്കും. ഞാൻ നാളെ ഒരു VFAയുടെ ഫസ്റ്റ് ക്ലാസ് ചെയ്യുക, ഒരു വേൾഡ് ഹിസ്റ്ററിയിലെ ഒരു ടോപ്പിക്ക്, നിങ്ങളൊരു 100 പേര് പോലും അത് കമന്റ് ചെയ്യില്ല, 100 പേര് പോലും ലൈക്ക് അടിക്കില്ല. അപ്പൊ എങ്ങനെയാണ് ക്ലാസ് എടുക്കാൻ തോന്നുക? അതാണ് ഒരു സങ്കടം എന്നെ സംബന്ധിച്ച്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും എന്താ പറയുക, ആദ്യമുള്ള ആ ഒരു പ്രാരംഭ ശൂരത്വം അത് മാത്രം ഉണ്ടാവരുത്, നിങ്ങൾ അത് തുടർന്നും പോവുക. ഓക്കെ, അപ്പൊ എന്നെ സംബന്ധിച്ച് നിങ്ങളോട് പറയാനുള്ളത്, കമ്പനി ബോർഡ് LGSന് വേണ്ടി ഞാൻ ബാച്ച് തുടങ്ങിയത് കൊണ്ട് 5 മാസം എന്തായാലും ക്ലാസ് ഉണ്ടാവും. അത് ഏതിനായിരിക്കും ചോദിച്ചാൽ കമ്പനി ബോർഡ് LGSനായിരിക്കും. ആ കമ്പനി ബോർഡ് LGSന്റെ കൂടെ VFAക്ക് വേണ്ടിയിട്ട് എക്സ്ട്രാ വരുന്ന ടോപ്പിക് VFA എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഞാൻ തയ്യാറാക്കും, അതിനകത്ത് ആഡ് ചെയ്തു തരും. അപ്പൊ അത് രണ്ടും കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഫ്രീ ക്ലാസ്സുകൾ യൂട്യൂബിലൂടെ കിട്ടും. ഈ ഫ്രീ ക്ലാസ്സുകളുടെ എല്ലാം നോട്ടും കിട്ടും. ഇത് വളരെ ജെനുവിനായിട്ട് പറയുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഇത് ഓക്കെയാണെന്ന് തോന്നിയാൽ ഫോളോ ചെയ്യാം. ടെലഗ്രാം ചാനൽ കമന്റിൽ ഉണ്ടാവും, അത് ഫോളോ ചെയ്യുക. ഇനി കമ്പനി ബോർഡ് LGSന് വേണ്ടവർക്ക് മാത്രം മെസ്സേജ് അയക്കാം. അതൊരു മെന്റർഷിപ്പ് ബാച്ചാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത വിശദാംശങ്ങളും ക്ലാസ്സുമായൊക്കെ കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ. ഗുഡ് ബൈ, താങ്ക് യു.